ഉണ്ണിച്ചേട്ടനെ കുറിച്ച് ഒരുപാട് ഓർമ്മകൾ. അത് ഈ സി ഡി കാസറ്റിന്റെ സമയങ്ങളിൽ, സി ഡി ഇറങ്ങുന്ന സമയങ്ങളിൽ ഉണ്ണിച്ചേട്ടനുള്ള കാസറ്റിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. സ്റ്റേജ് ഷോകളിൽ ഞാൻ പരിപാടികൾ ചെയ്തിട്ടുണ്ട്. വേദിയിലും വേദിക്ക് പുറത്തുമൊക്കെ ഒരുപാട് നർമ്മം പറയുന്ന, നർമ്മ സംഭാഷണങ്ങൾ ഇഷ്ടപ്പെടുന്ന, നർമ്മം കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ് ഉണ്ണിച്ചേട്ടൻ എന്ന് പറയുന്നത്. ഞാൻ ഓസന് കുറെ പരിപാടിക്ക് പിന്നെ വിളിച്ചിട്ടുണ്ട്. ആണല്ലേ? കാശ് കൊടുക്കാതെ വിളിച്ചിട്ടുണ്ട്. വന്ന് ചെയ്തോ? വന്നു. പിന്നെ അല്ല, തിരിച്ചുകൊണ്ട് എൻ്റെ അന്ന് ഞങ്ങളുടെ വീടിനടുത്തൊരു സി ഡി വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു കടയുണ്ട്. ഉച്ച സമയത്തൊക്കെ ഞാൻ അവിടെ പോയി ഇരിക്കും. അവിടെ ഞാൻ പോയിരിക്കുമ്പോൾ അവിടെ എടുത്തു കൊടുക്കാൻ ഒരു പെങ്കൊച്ച് നിൽപ്പുണ്ട്. അപ്പോൾ വെറുതെ അതിനെ ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ ഒരു സി ഡി എടുത്ത് തന്നിട്ട് ഇങ്ങനെ വാടകയ്ക്ക് കൊടുക്കുമ്പോൾ ആ സി ഡി കൊടുത്തിട്ട് ഈ പുള്ളിക്കാരത്തി ഒരു വല്ലാതെ ചിരിയിരിച്ചു. അത് എനിക്കല്ല ഈ സി ഡി തരുന്നത്, ആ കടയുടെ ഓണർ എൻ്റെ സുഹൃത്തായിട്ട് ഞാൻ ആ സുഹൃത്തിനോട് മിണ്ടിക്കൊണ്ട് നിൽക്കുകയാണ്. എടുത്തു കൊടുക്കുന്ന പെങ്കൊച്ച് ഈ സി ഡി മറ്റൊരാൾക്ക് കൊടുത്തിട്ട് പെട്ടെന്നൊരു ചിരി ഇരിച്ചു. അപ്പോൾ ഞാൻ ഈ ചിരി കണ്ടു. ഞാൻ ഈ ചിരി കണ്ട ശേഷം ഞാൻ പതുക്കെ ആ പെങ്കൊച്ചിനോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ആ സി ഡി എടുത്തു കൊടുത്തപ്പോൾ ചിരിച്ചത്? ഈ പെണ്ണ് പറഞ്ഞു, അന്ന് ആ സി ഡിയിൽ ഇവരൊരു സുരേഷ് ചേട്ടൻ്റെ ഒരു പാട്ട് കാണിക്കും. അതിൽ മലരമ്പൻ തഴുകുന്ന കിളിമകളെ കൈറ്റ് കാണിക്കുമ്പോൾ ഉണ്ണിച്ചേട്ടൻ്റെ പാവാട് വരിപ്പോകും. ആ സീൻ ഓർത്തിട്ടാണ് ചിരിക്കുന്നതെന്ന് പറഞ്ഞു. അത് എങ്ങനെ ഉണ്ടായതാണ് ഉണ്ണിച്ചേട്ടാ? ആ സീൻ നിങ്ങൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്തതാണ്? വളരെ ഹിറ്റായിട്ടുള്ളൊരു സംഭവമായിരുന്നു. ഞാനും ടിനി ടോമും കൂടി ചെയ്തൊരു സംഭവം. അതിൽ ഒരു വലിയ അബദ്ധവും നമുക്ക് പറ്റി. തൃശ്ശൂർ നടത്തറ എന്ന് പറഞ്ഞ ഒരു അമ്പലത്തിൽ പ്രോഗ്രാമിന് പോകുവാണ്. അപ്പം ഞാൻ അവിടെ എന്തോ കുറച്ച് വൈകിട്ടാണ് എത്തിയത്. അപ്പം നമ്മൾ ഇതിൻ്റെ ഈ ടൈറ്റ്സ് ഇടും, കാരണം ഈ പാവാട അഴിഞ്ഞു പോവാണല്ലോ. അതിടാൻ ഞാൻ മറന്നുപോയി. അപ്പം ഇങ്ങനെ ഞങ്ങൾ കളിക്കണം. അപ്പം ആരൊക്കെ ഉണ്ട്? പക്രുണ്ട്, ജോർജ് ചേട്ടനുണ്ട്, നാവർഷൊക്കെയുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പം അന്ന് നമുക്ക് ഇതുപോലത്തെ ലൈറ്റ്സുകളൊന്നുമില്ല. ഹാലജൻ ഇങ്ങനെ വച്ച് അടിച്ചു വെച്ചേക്കുക. മലരമ്പൻ തഴുകുന്ന കിളിമകളെ പാവാട അഴിഞ്ഞു പോയി. ലൈറ്റ്സ് ഇടാത്തതുകൊണ്ട് എന്താന്ന് ഊഹിക്കാമല്ലോ. അപ്പം ഞാനിത് ശ്രദ്ധിക്കണില്ല. ഞാനപ്പം ഇങ്ങനെ വന്നിട്ട് ഇത് പെണ്ണുങ്ങളുടെ ഒരു മുള വെച്ച് ഇങ്ങനെ തിരിച്ചേക്കുക. ഇത് സ്ത്രീകൾ, ഇത് പുരുഷന്മാര്. അപ്പൊ ഞാൻ പെണ്ണുങ്ങളുടെ അവിടെ ഒന്ന് കളിച്ചോണ്ടിരിക്കുക. മലരമ്പൻ തഴുകുന്നു. അപ്പൊ ഇവിടുന്ന് ബാക്കിൽ നിന്ന് കുറെ ചിരി കേൾക്കാം. ജോർജ് ചേട്ടന്റെ ജോർജ് ചേട്ടന്റെ ചിരിയൊക്കെ അറിയാലോ. ഇത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ താഴത്തേക്ക് നോക്കണത്. ഞാൻ ഓടിക്കളഞ്ഞു ബാക്കിലേക്ക്. അങ്ങനെ അങ്ങ് പോയി പേടിച്ച് അങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോൾ 3 വർഷം അടുപ്പിച്ച് ഈ അമ്പലത്തിൽ ഞങ്ങൾക്ക് പ്രോഗ്രാം കിട്ടി. അപ്പൊ നമ്മുടെ വണ്ടി വരുമ്പോ ഈ പിള്ളേര് അതേ ഷഡ്ഡിച്ചേട്ടൻ. അതാണ് എൻ്റെ കലാജീവിതത്തിൽ എനിക്ക് പറ്റിയിട്ടുള്ള ഏറ്റവും വലിയൊരു അബദ്ധം. അത് മാത്രമേ ഉള്ളൂ. എന്തിനധികം? പോരെ, ധാരാളമില്ലേ? അതുപോലെ ഈ അന്ന് ഉണ്ണിച്ചേട്ടൻ ഒരു SI വരും. ഉണ്ണിച്ചേട്ടന്റെ പ്രധാനപ്പെട്ട ഐറ്റം ഒരു പോലീസ് സ്റ്റേഷന്റെ ഐറ്റം ഉണ്ട്. അത് പോലീസ് സ്റ്റേഷൻ വെർഷനായിട്ട് ഇറങ്ങും. ഈ കൊല്ലം ഒരു പോലീസ് സ്റ്റേഷൻ, അടുത്ത കൊല്ലം വേറെ പോലീസ് സ്റ്റേഷൻ, അതിനപ്പുറം വേറെ പോലീസ് സ്റ്റേഷൻ. ഈ എല്ലാ പോലീസ് സ്റ്റേഷനിലും ഒരു ഇങ്ങനെ കുനിഞ്ഞു പിടിച്ച് ഒരു വടിയും പിടിച്ചിട്ട് ഉണ്ണിച്ചേട്ടൻ്റെ ഒരു SI കഥാപാത്രം അന്ന് വളരെ പോപ്പുലറായിട്ട്, അതായത് വരുമ്പോൾ തന്നെ ചിരി കിട്ടിക്കൊണ്ടിരുന്ന SI കഥാപാത്രമുണ്ട്. പിന്നെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഉണ്ണിച്ചേട്ടൻ ഈ മലയാളത്തിൽ ഇതുവരെ ആരും ഫിഗർ ചെയ്തിട്ടില്ലാത്തൊരു നടന്റെ ഫിഗർ ചെയ്യുമായിരുന്നു, ബ്രൂസ്ലി. അതായത് ആ ബനിയൻ അങ്ങ് അടിച്ചു കളഞ്ഞിട്ട് ഒരു ടൈറ്റ് കറുത്ത ലൂസ് പാൻറ്റും ഇട്ടിട്ട് തണ്ണിമത്തങ്ങ തലേ വെച്ച പോലത്തെ ഒരു വിഗും വെച്ചിട്ട് പറഞ്ഞിട്ട് ഒരു 2 സ്റ്റെപ്പ് ബ്രൂസിലെ കാണിക്കും. കറക്റ്റ് ബ്രൂസിലെയാണ് ഫിഗർ പിടിച്ചു കഴിഞ്ഞാല് അല്ലേ? ഈ ബ്രൂസിലിയുടെ ആശയം എവിടുന്ന ഉണ്ണിച്ചേട്ടാ കിട്ടിയത്? പ്രൊഡക്ഷൻ മിസ്റ്റേക്ക് ആയിരിക്കാം നമ്മുടെ ഫിഗറിന്റെ. ഉണ്ണിച്ചേട്ടാ എത്ര വർഷമായി? എങ്ങനെയായിരുന്നു മിമിക്രിയിലേക്കുള്ള തുടക്കം? ഞാൻ ഈ ബാലജനസഖ്യം വേദികളിലൂടെയാണ് മിമിക്രിയിലേക്ക് വന്നത്. അപ്പം അന്ന് സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ നാടകം കളിക്കും, ഫാൻസി ഡ്രസ്സ്, മോണോ ആക്ട്, ഇതൊക്കെ ഉണ്ട്. അങ്ങനെ മിമിക്രിയിലൂടെ വന്നിട്ട് എന്നെ മമ്മി സെഞ്ചുറി ആദ്യമായിട്ട് കാണുകയാണ്. അദ്ദേഹമാണ് എന്നെ പ്രൊഫഷണലായിട്ട് കളിപ്പിക്കുന്നത് മിമിക്രി. കൊച്ചിൻ ഗിന്നസ് എന്ന് പറയുന്ന KS പ്രസാദേട്ടന്റെ ട്രൂപ്പിൽ ഏറ്റവും കൂടുതൽ വർഷം കണ്ടിന്യൂ ചെയ്തിട്ടുള്ള ആള് ഉണ്ണിച്ചേട്ടനാണ് അല്ലേ? അതെ. അതിന് പ്രസാദേട്ടനും വളരെ വ്യക്തിബന്ധം കാത്തു സൂക്ഷിക്കുകയും ഉണ്ണിച്ചേട്ടന്റെ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അതില് പക്ഷെ വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ ഞാനിപ്പോ ഈ വേദിയിൽ വന്ന് നിൽക്കാനുള്ളൊരു കാരണവും കൂടി പുള്ളിയാ. കാരണം നമ്മളെ ആരെങ്കിലും കണ്ടാൽ, ഒരാൾ കണ്ട തിരിച്ചറിയുന്നതിന്റെ ഒരു കാരണം പുള്ളി തന്നെയായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇവിടെ വന്ന് നിൽക്കാൻ പറ്റിയത്. അതെ. ഉണ്ണിച്ചേട്ടൻ മിമിക്രി അനുകരണമൊക്കെ ചെയ്യില്ലേ? ആണോ? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അല്ല, ഞാൻ ചോദിച്ചു ഉണ്ണിച്ചേട്ടൻ ആരുടെയെങ്കിലും ശബ്ദം അനുകരിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ നമ്മുടെ പ്രൊഫഷണൽ തുടങ്ങിയതിന് ശേഷം. ഇപ്പൊ അനുകരിക്കാമല്ലോ.
അത് ചെയ്യാം. ഞാൻ പറഞ്ഞു ഉണ്ണിച്ചേട്ടൻ കോമഡി സ്കിറ്റുകളിൽ ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്നതല്ലാതെ ഞാനുള്ള ഒരു സ്റ്റേജിലും ഉണ്ണിച്ചേട്ടൻ ആരുടെയെങ്കിലും ഒരു ശബ്ദം ഇരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. എനിക്ക് വലിയ സർപ്രൈസ് ആണ് ഉണ്ണിച്ചേട്ടൻ ചെയ്യാന്ന് പറയുന്നത്. അത് പിഷാരടി പറഞ്ഞ കറക്റ്റാണ്. ഞാൻ ആ സമയത്തൊന്നും ചെയ്യില്ലായിരുന്നു. പിന്നെയാണ് ഞാനിങ്ങനെ ഒന്ന് രണ്ട് പേരുടെ ശബ്ദം, രണ്ടുപേരുടെ മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും രണ്ടെണ്ണം, അത് ഗംഭീരമാണ്. എന്നാ നമുക്ക് അന്തരിച്ചു പോയ മലയാളത്തിന്റെ കരുത്തനായ നടൻ മുരളിച്ചേട്ടന്റെ ശബ്ദം കേൾക്കാം. കേൾക്കാം. ആദർശവും അധികാരവും പ്രതിപക്ഷത്തിന് അടികറ വെച്ച് ഇയാളും സംഘവും ഇക്കുറി ഇറങ്ങിപ്പോയി കഴിയുമ്പോ ഐ വിൽ ഗ്രാബ് കമാൻഡ്. ഭരണം പോയാൽ പിന്നെ ഖദറിന് കഞ്ഞി വിഴിയാൻ പോലും ശക്തിയില്ലാത്ത എന്റെ പാർട്ടിയിലെ ചില എംബോക്കുകളുണ്ടല്ലോ, അവർക്കൊക്കെ വേണ്ടത്ര കാറും ബാറും പൂത്ത കാശും കൊടുത്ത് ഞാൻ തിരിച്ചെടുക്കും. മിസ്റ്റർ ദേവളിപ്പറമ്പൻ, അന്ന് നീ എവിടെ പോയി ഒളിച്ചാൽ ഇന്ന് ഞാൻ തേടി കണ്ടുപിടിക്കും. ശിക്ഷിക്കാനല്ല, പരിരക്ഷിക്കാൻ. ഇനി ആരെയാ, വേറെ ആരെയാ ചെയ്യുന്നേ? ലാലു അലക്സിന്റെ ശബ്ദം. സൂസി, നീ എന്റെ അമ്മച്ചയെ തല്ലി അല്ലേടി? തിരിച്ചു തല്ലാൻ എനിക്കറിയാൻ മേല എന്നിട്ടല്ല, ഞങ്ങളുടെ സണ്ണിച്ചന്റെ ഭാര്യയായി പോയല്ലോ എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഞാനത് ചോദ്യം ചെയ്യുന്നില്ല. സണ്ണിച്ചോ, അമ്മച്ചയെ വിളിക്കടാ, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം. വാ അമ്മച്ചി. ടെലിവിഷൻ വരുന്നതിന് മുമ്പ് നമ്മുടെയൊക്കെ സ്വീകരണ മുറിയിലുണ്ടായിരുന്ന ഒരു സാധനമുണ്ട്. എന്താന്ന് പറയോ? റേഡിയോ. അപ്പൊ ഈ റേഡിയോയിൽ നമ്മൾ ഇഷ്ടംപോലെ പരിപാടികൾ കേൾക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തിരുന്നുണ്ട് അല്ലേ? അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പരിപാടി രാമേന്ദ്രൻ സാറിൻ്റെ കൗതുക വാർത്തകൾ എന്ന് പറഞ്ഞൊരു പരിപാടിയാണ്. അത് ഇപ്പോഴത്തെ ജനറേഷന് ചിലപ്പോൾ അറിയില്ലായിരിക്കാം, നമ്മളെ പഴയ ആൾക്കാർക്കൊക്കെ അറിയാം. അപ്പം അതിങ്ങനെയാണ്: ആകാശവാണി, തിരുവനന്തപുരം, തൃശ്ശൂർ, ആലപ്പുഴ. കൗതുക വാർത്തകൾ വായിക്കുന്നത് രാമചന്ദ്രൻ. കിഡ്നിയുടെ കഥ. കഥ എന്തൊന്ന് കേൾക്കണ്ടേ? കഠിനമായ വയറുവേദന നിമിത്തം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച രോഗിയോട് ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ കിഡ്നിക്കാണ് കംപ്ലൈൻറ്റ്, ഉടൻ തന്നെ ഓപ്പറേഷൻ വേണമെന്ന്. രോഗിയുടെ കിഡ്നി മുറിച്ചെടുത്ത് ഒരു പ്ലേറ്റിൽ മാറ്റിവെച്ചു. ഈ സമയത്താണ് അവിചാരിതമായി ഒരു പട്ടി കടന്നു വന്ന് ഈ കിഡ്നിയും കടിച്ചെടുത്തു കൊണ്ടുപോയത്. പരിഭ്രാന്തരായ ഡോക്ടർമാരും നഴ്സുമാരും ഓടിക്കൂടി പട്ടിയെ തല്ലിക്കൊന്ന് പട്ടിയുടെ കിഡ്നി എടുത്ത് രോഗിക്ക് ഫിറ്റ് ചെയ്തു. ഓപ്പറേഷൻ ഭംഗിയായി കഴിഞ്ഞു. കുറച്ച് നാളുകൾക്ക് ശേഷം ഈ രോഗി തിരിച്ചു വന്നപ്പോൾ ഡോക്ടർ തെല്ല് ഭയത്തോടു കൂടി തന്നെ ചോദിച്ചു, എങ്ങനെയുണ്ട്? രോഗി പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല. വേലിക്കരികോ സർവേക്കല്ലോ കാണുമ്പോൾ ഒരു കാലം അറിയാതെ പൊങ്ങിപ്പോകുന്നു എന്ന്. നോക്കണേ കിഡ്നിയുടെ കഥ. അത്രേ ഉള്ളൂ.